കേരളത്തെ സംബന്ധിച്ച് നവോത്ഥാന മൂല്യ കാലഘട്ടം മുതൽ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ ദേശീയ പ്രസ്ഥാനത്തിലും അടുത്തവട്ട പ്രസ്ഥാനത്തിൻ്റെ സ്വാധീന മേഖലയിലും എല്ലാം ചേർന്ന് നിൽക്കുന്ന കേരളത്തിൽ ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ജനസമൂഹം നിലനിൽക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ സമൂഹത്തിൻ്റെ മേലെ ജാതി വർഗീയ ശക്തികൾ സ്വാധീനം ചെലുത്തുന്ന ഒരു അപകടകരമായ ഘട്ടത്തിലാണ് കേരളമുള്ളത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത മതവർഗീയ ശക്തികൾ ജാതി ശക്തികളെല്ലാം മുമ്പേ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു സ്വീകാര്യത കേരളീയ സമൂഹം നൽകിയിരുന്നില്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾക്ക് ജാതി മതവിഭാഗങ്ങൾക്ക് കേരളീയ സമൂഹത്തിൽ ഒരു സ്വീകാര്യത വരുന്ന അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ വരികയാണ്. അത് ഈ കേരളത്തെ ഇല്ലായ്മ ചെയ്യും. ഈ കേരളത്തിൻ്റെ തനത് രാജ്യത്തിൻ്റെ മുമ്പിലുള്ള അതിൻ്റെ പ്രത്യേകത ഇല്ലാതാക്കും. ഇപ്പോൾ കേരളത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള കടുത്ത പോരാട്ടത്തിലൂടെ മാത്രമേ അതിൻ്റെ ആശയതലം ഉൾപ്പെടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോൾ വ്യക്തമായ കണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ അടിത്തറ തകർക്കുന്ന പ്രചരണ രീതികളാണ് സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ തന്നെ സ്കോർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാലും നോട്ടീസ് വിതരണം ചെയ്യുന്ന ഘട്ടത്തിലായാലും ഒരു ഭാഗത്ത് BJPയും ഒപ്പം തന്നെ UDFും ചെയ്തിട്ടുള്ളത് മതനിരപേക്ഷതയുടെ അടിത്തറ തകർക്കുന്ന രീതിയിലുള്ള വർഗീയ ധ്രുവീകരണ പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്.